ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാരാണെന്ന ചോദ്യത്തിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നൽകുന്ന ഉത്തരം ജപ്പാനിലെ ഫുക്വാക്കയിൽ ജീവിക്കുന്ന കാനെ തനാക്ക എന്ന 116 വയസ്സുള്ള മുതുമുത്തശ്ശിയാണ് എന്നാണ്. 1903 ജനുവരി 2 കാനെ തനാക്കയുടെ ജനനം. എന്നാൽ 1901 ജനുവരി 1 ജനിച്ച മാന്നാർ കുട്ടൻപേരൂർ കിഴക്കേ മാറാട്ട് വേലായുധ പണിക്കർ പാർവതിയമ്മ ദമ്പതികളുടെ മകൻ ജി കേശവൻ നായർ എന്ന മുത്തശ്ശൻ അത് കേട്ടാൽ ചിരി തൂകും. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ മനുഷ്യൻ ഗിന്നസ് ബുക്സിൻ്റെ കണക്കുകളിലൊന്നും പെടാതെ പത്തനാപുരത്തിനടുത്ത് പട്ടാഴി വടക്കേക്കര താഴത്ത് വടക്ക് നാരായണ സദനത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴാണ് അടുത്ത അയൽപ്പക്കക്കാർ പോലും അറിഞ്ഞു തുടങ്ങുന്നത്. കൊട്ടാരക്കര നിന്ന് ഏനാത്ത് കഴിഞ്ഞ് പത്തനാപുരത്തേക്കുള്ള വഴിയിലൂടെ മെതുകുമ്മേൽ കവല കടന്ന് ചെറിയ ചില കയറ്റിറക്കങ്ങൾ കടന്ന് നമ്മൾ പുളിമുക്കിലെത്തുന്നു. അവിടെ നിറയെ റബ്ബർ മരങ്ങൾക്ക് നടുവിലുള്ള ഒരു കൊച്ചു വീട്ടിലാണ് 119കാരനായ കേശവൻ നായർ കഴിയുന്നത്. മക്കളായ ശാന്തമ്മയും ശാരദയും ഒപ്പമുണ്ട്. 5 മക്കളിൽ മൂത്തവൻ വാസുദേവൻ നായരും ഭാര്യ പാറുക്കുട്ടിയമ്മയും കേശവൻ നായരുടെ 80-ാം വയസ്സിൽ അടുത്തടുത്തായി വേർപിരിഞ്ഞു. അതിൽ പിന്നെയാണ് പൊതുകാര്യ പ്രസക്തനും അറിയപ്പെടുന്ന കൃഷിവലനുമായ കേശവൻ നായർ ഒട്ടൊരു നിരാശയോടെ വീട്ടിനകത്തേക്ക് ഒതുങ്ങിയത്. എങ്കിലും 5-6 വർഷം മുമ്പ് വരെ പുരയിടത്തിൽ പച്ചക്കറിയും കുരുമുളകുമൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. അടുത്തിടെ വരെ യോഗാഭ്യാസവും ഉണ്ടായിരുന്നു. നമുക്ക് കേശവൻ നായരോട് സംസാരിക്കുന്നതിന് മുമ്പ് മൂത്ത മകൻ്റെ മകളും പൂവറ്റൂർ ഗവൺമെൻറ് LP സ്കൂളിലെ പ്രഥമാധ്യാപികയുമായ ശോഭനകുമാരി ടീച്ചറുടെ വാക്കുകൾ ആമുഖമായി കേൾക്കാം. അപ്പൂപ്പൻ്റെ മൂത്ത കൊച്ചുമകളാണ് ഞാൻ. അപ്പൂപ്പൻ എനിക്ക് ഓർമ്മയായ കാലം തൊട്ടേ കേൾക്കുന്നത് അപ്പൂപ്പൻ എന്നോട് തന്നെ പറയുന്നത്. എനിക്കത് കേൾക്കാനും ഇഷ്ടമായതുകൊണ്ട് അടുത്തിരുന്ന് ഞാൻ കേൾക്കാറുണ്ട്. 1900 ആണ്ട്, 1900 മലയാള വർഷം 1076 ആണ്ട് ചിങ്ങമാസത്തിലെ വിശാഖ നക്ഷത്രത്തിൽ കിഴക്കേ കുട്ടൻപേരൂർ കിഴക്കേ മാറാട്ട് വേലായുധ പണിക്കരുടെയും പാർവതി അമ്മയുടെയും മകനായി ഞാൻ ജനിച്ചു എന്ന് അപ്പൂപ്പൻ എപ്പോഴും അതേ വാക്യം തന്നെ പൂർണ്ണമായിട്ട് പറയുന്നതാണ്. അതൊക്കെ നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ആധാർ രേഖകളിലൊക്കെ 1901 ചെറിയ വ്യത്യാസം വെച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ എന്നാലും ചിങ്ങമാസത്തിലെ വിശാഖ നക്ഷത്രമാണ്. എല്ലാ വർഷവും നമ്മൾ പിറന്നാളൊക്കെ നമ്മളുടേതായ രീതിയിൽ പിന്നെ വിപുലമായിട്ട് നമ്മളെ ഒന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തെ അറിയിച്ചുകൊണ്ടുള്ള ഒരു പിറന്നാളാഘോഷം അങ്ങനെ നടന്നിട്ടില്ല. വീട്ടിലുള്ള അംഗങ്ങൾ ചേർന്നുള്ള മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാഴ്ചയ്ക്ക് നല്ല മങ്ങലുണ്ട്, വാക്കുകൾക്ക് ഇത്തിരി വിറയലുണ്ട്, ഓർമ്മകൾക്കും ചെറിയ അപഭ്രംശമുണ്ട്. എങ്കിലും ഈ ലോകത്തിൻ്റെ മുഴുവൻ അപ്പൂപ്പനാണെന്ന ഒരു ഭാവവുമില്ലാതെ കേശവൻ നായർ ഇരിക്കുന്നു. നമുക്ക് കുറച്ചു നേരം ഈ അപ്പൂപ്പനോട് പലവിധ കാര്യങ്ങൾ ചോദിച്ചറിയാം. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയുള്ളത്? കുട്ടിക്കാലത്തെ സംബന്ധിച്ച് ഓർമ്മ വലുതായിട്ടില്ല. അന്ന് കുടിപ്പള്ളിക്കൂടമാണോ പഠിക്കാൻ പോയത്? കുടിപ്പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ട്. അതെങ്ങനെയാ? അത് ഹരീഷ് മുതൽ പഠിപ്പിക്കും. ആശാമാരെ ഓർമ്മയുണ്ട്? ആശാര് വീട്ടിൽ വരും രാവിലെ, എന്നെ വിളിച്ചോട്ട് മാര് അവിടുന്ന് ആഹാരം കൊടുക്കും. ആഹാരം കഴിച്ചിട്ട് എന്നെ പിടിച്ചോണ്ട് പോകും. എന്നെ പിടിച്ചോണ്ട് പോയി പള്ളിക്കൂടത്തിൽ കൊണ്ട് ഇരുത്തി എഴുതി തരും. ഹരീഷ് ഗണപതായ എന്ന മാസം. അങ്ങനെ അങ്ങോട്ട് പഠിക്കും. അക്ഷരം 51 അക്ഷരം, അതിൻ്റെ കൂട്ടക്ഷരവും. ഈ സംസ്കൃതം അപ്പം തന്നെയാണോ പഠിച്ചത്? പിന്നെ സംസ്കൃതം പഠിച്ചു. 51 അക്ഷരാളി കല്ല് തന്നെ വേദമാകുന്ന ശാഖിക്കുമ്പത്തൻപോട് പോക്കും കുസൂതിയിലേന്തുന്ന പൂന്തേരും കുഴമ്പേ ശമ്പോത്താർ മാടഡംഭ പ്രസവ സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കടലിയുടെ മലയാധീശ്വരി വിശ്വനാഥേ. ഈ ജനിച്ചത് 1900-ലാണെന്ന് പറയുന്നു. പിറന്നാളുണ്ടായിരുന്നോ? ആ കാലത്ത് പിറന്നാളൊക്കെ ആഘോഷിക്കുമോ? പിറന്നാളൊക്കെ ആഘോഷിക്കും. അതേതാ? ചിങ്ങമാസത്തിലെ ചിങ്ങമാസത്തിലെ വിശാഖം. അന്ന് വീട്ടിലെല്ലാവർക്കും സദ്യയൊക്കെ കൊടുക്കുമോ? വീട്ടിൽ കൊടുക്കുന്നത് അല്ല പ്രധാനം. കൊച്ചു പിള്ളേരുണ്ടല്ലോ, കൊച്ചു പിള്ളേരെ അയൽവക്കത്തുള്ള കൊച്ചു പിള്ളേരെ ക്ഷണിച്ചു വരുത്തി അവരെ ഇരുത്തി തേച്ചുകുളി സദ്യയും സാമ്പത്തിക അടിസ്ഥാനം അനുസരിച്ചാണ് എല്ലാം കൊടുക്കുന്നത്. സാമ്പത്തികം ഉണ്ടെങ്കിൽ തേച്ചു കളിക്കാൻ രാവിലെ എണ്ണയൊക്കെ കൊടുത്ത് ശരീരത്തൊക്കെ എണ്ണ വരട്ടി കുളിപ്പിച്ച് അവർക്ക് തോത്തി എല്ലാവരുടെ മുമ്പ് കൊണ്ടിരുത്തി ചോറ് വിളമ്പി അവരുടെ ഇഷ്ടമായിട്ട് കൊടുത്തതിന് ശേഷമേ പിന്നെ വലിയ മനുഷ്യർക്ക് കൊടുക്കത്തുള്ളൂ. അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്തിരുന്നേ ആ സമയത്ത് ജോലി?
അച്ഛനും അമ്മയും കൃഷിക്കാരായിരുന്നോ? കൃഷിക്കാരായിരുന്നു അവർ. ഓ, ഗാന്ധിജീനെ കണ്ട ഓർമ്മയുണ്ടെന്ന് പറയണ്ടല്ലോ. അതിനെ കണ്ട ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്താണോ? കുട്ടിക്കാലത്ത്. എവിടെ പോയിട്ടാ കണ്ടേ? ചെങ്ങന്നൂർ. ഓ, അതായത് സമരകാലത്ത് അങ്ങ് പോവും, പിള്ളേരും എല്ലാം കൂടെ ചേർന്ന് അത് ഒരു സംഘം അങ്ങ് ചെങ്ങന്നൂർ ഇങ്ങനെയുള്ളതൊക്കെ അങ്ങ് പോവും. കൊട്ടാരത്ത് ശങ്കുണ്ണിയുടെ ശിഷ്യനായിരുന്നോ? ഒരു ശകലം വല്ലതും പറയാം. ആ, കാലത്തിനർത്ഥം നിശ്ചയായി കഴിഞ്ഞു പോവും. ബാലനായി തന്നെ കുറഞ്ഞോറ് ഇടകൾ പോവും. ലീലാവിനോദത്തിൽ ഒട്ടുനാൾ പോയിടും. ക്ഷേത്ര വിദ്യാഭ്യാസ കാലം കൊട്ടുനാൾ ഐതിഹ്യമാലയുടെ ഒരു അംശമാണ്. അതിൽ പെട്ടതാ. അത് നേരിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടോ ഗുരുമുഖത്ത്? അദ്ദേഹത്തിന് പഠിച്ച് കുടിപ്പള്ളിക്കൂടത്ത് പഠിപ്പിച്ചോ അദ്ദേഹം? അപ്പോൾ അദ്ദേഹം കുളിപ്പിച്ചാലും പള്ളിക്കുടി പഠിപ്പിച്ചിട്ടില്ല. വിദ്യാലയ പോഷണി വിദ്യാലയം എന്നുള്ള സ്ഥാനം വേണമെങ്കിൽ അവിടെ പഠിക്കണം. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിദ്യാലയം എന്നുള്ള ഒരു സ്ഥാനം കിട്ടത്തുള്ളൂ. അതിനു വേണ്ടി പോയി പഠിച്ചു അവിടെ? അതിനു വേണ്ടി പോയി പഠിച്ചു. ഓ, അപ്പോൾ അവിടെ വേറെ ദയാനന്ദ സരസ്വതി ഉണ്ടായിരുന്നു? അവിടെ ദയാനന്ദ സരസ്വതി ഉണ്ട്. അത് വടക്കെടുത്താവില്ലേ ദയാനന്ദ സ്വാമി സംസ്കൃത സ്കൂൾ ശാസ്ത്രി വരെയുണ്ട്. അവിടെയും പഠിച്ചു കുറച്ച്. പിന്നെ അമ്മാവൻ മധ്യരാധിക സംസ്കൃത പാണ്ഡിത്യം ഉള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പിന്നെ പഠിപ്പിച്ചത് രഘുവംശം ഹിമാലയോ നാമഹാദിരാജ. ഈ രണ്ട് സ്ഥലത്തും പഠിച്ചിട്ട് വിദ്വാൻ ബിരുദവും ശാസ്ത്രി ബിരുദവും കിട്ടിയോ? വിദ്വാനും ശാസ്ത്രി ആയോ? കിട്ടി. എന്നിട്ട് പിന്നെ അധ്യാപക ജോലിയിലേക്ക് പോയില്ലേ? പിന്നെ ഒന്നിനും പോയില്ല. പിന്നെ അസുഖങ്ങളൊക്കെ കണ്ണിന് കാഴ്ചയില്ലാതെ വന്നു. അതിപ്പോഴല്ലേ? അത് നേരത്തെ നേരത്തെ ചെറുപ്പകാലം മുതലേ ഉണ്ട് കണ്ണിന് പ്രശ്നം. കണ്ണിൻ്റെ പ്രശ്നം. മന്നത്ത് പത്മനാഭന്റെ കൂടെ എന്താ ബന്ധം? സഹകരിച്ചിട്ടുണ്ട്. എങ്ങനെ? അവിടെ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ ആരോടും ഒന്നും അറിയാതെ പങ്ക് പോയതാ. മത്തളത്ത് ചെന്നു ചോദിച്ചു പറഞ്ഞ് അവിടെ ചെന്ന് കാരണം അദ്ദേഹം മണിമല പ്രസംഗത്തിന് പോയിരിക്കുക. മണിമല പ്രസംഗത്തിന് പോയിരിക്കുക. ഈ വോട്ടിൻ്റെ കാലമായിരുന്നു. അവിടെ ഒന്നും പോയ കാര്യമൊന്നും വിജയിച്ചില്ല. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞ് താമസിച്ചേക്ക് പോന്നു. ജോലി അദ്ദേഹം തന്നിട്ട് വേണ്ടാതെ വെച്ചു എന്ന് പറഞ്ഞു. ജോലി ഒടുക്കം ജോലി മരത്തിൽ ചെന്ന് താമസിക്കാനൊന്നും നോക്കത്തില്ല. ഇഷ്ടപ്പെട്ട ജോലി അല്ലാത്തതുകൊണ്ടാണോ വിട്ടത്? അധ്യാപക ജോലി അല്ലേ കിട്ടിയത്? അല്ലല്ല. എത്ര കുട്ടികളുണ്ടെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് 5 മക്കളുണ്ട്. എല്ലാവരും കാണാറുണ്ടല്ലോ അല്ലേ? എല്ലാവരും വരുന്നു. ഇപ്പോൾ ഒരു ദിവസം എങ്ങനെയാ തുടങ്ങുന്നത്? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്ക് ഓർമ്മയുണ്ടോ? സമയം നോക്കാറുണ്ടോ? ഇല്ല. കണ്ടു കാണാത്ത ആൾ സമയം കാണാനൊക്കെ പോകും. ഇപ്പം രാവിലെ നേരത്തെ എഴുന്നേക്കോ? ഞാൻ ഉറക്കമേ വളരെ ചുരുക്കത്തിലാണ്. കീർത്തനങ്ങൾ മനസ്സുകൊണ്ട് ചൊല്ലി ഉറച്ച് ചെല്ലാനൊക്കത്തില്ല. ഉറച്ച് ചെല്ലിയാൽ ചെവി കേൾക്കണ്ട, ഉറങ്ങാനും ഒക്കത്തില്ല. വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ വഴക്ക് പറയും. അതുകൊണ്ട് അത് അങ്ങ് നിർത്തി. മനസ്സുകൊണ്ട് ഭക്ഷണം ഭക്ഷണം ഇന്നതൊന്നും നിർബന്ധമില്ല ഒന്നിനും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? അങ്ങനെ ഒന്നിനോട് പ്രതിപത്തിയൊന്നുമില്ല. ആണോ? കിട്ടുന്ന ആഹാരം എന്താ കൊള്ളാക്കി കഴിക്കും. രാത്രി ഉറക്കം വരുന്നുണ്ടോ നന്നായിട്ട്? ഇല്ല. മരുന്നുകൾ വല്ലതും കഴിക്കുന്നുണ്ടോ? മരുന്ന് ഒരു ഗുളിക കഴിക്കും. ബൗത്രന്മാർ അത്രേ ഉള്ളൂ. ബൗത്രന്മാർ ഒരു ഗുളിക. ശരീരത്തിന് വല്ല അസുഖം അങ്ങനെ? 30 രൂപ വില ഒരു ഗുളികയ്ക്ക്. ഇപ്പം എല്ലാ ദിവസവും കുളിക്കും? എല്ലാം കുളിക്കുകയല്ല. തണുത്ത വെള്ളത്തിൽ കുളിക്കുമോ? തണുത്ത വെള്ളത്തിൽ കുളിക്കത്തില്ല, ചൂടാക്കും. ഭക്തി ഉണ്ടോ? ദൈവഭക്തി ഉണ്ടോ? ദൈവഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മളല്ലല്ലോ പറയേണ്ടത്. എനിക്ക് ദൈവഭക്തിയുള്ള ആളാതെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടന്നുകൊണ്ട് വിശേഷമൊന്നുമില്ല. അന്വേഷ സർവഭൂതാല വൈദ്യ കരുണ ഏവച. ഈ വൈക്കം സത്യാഗ്രഹത്തിനും ക്ഷേത്രപ്രവേശന വിളംബരത്തിനൊക്കെ ഓർമ്മയുണ്ടോ? വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ വൈക്കത്ത് വരെ പോയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര പെൻഷൻ ഉണ്ടോ? അപ്പോൾ ഒരു പെൻഷനുണ്ട്. അതെന്ത് പെൻഷനാ? അത് കർഷക തൊഴിലാളി പെൻഷൻ.
സ്വാതന്ത്ര്യ സമര പെൻഷനൊന്നുമില്ലേ? ഈ ഒന്നുമില്ല. അപ്ലൈ ചെയ്തില്ല, അപേക്ഷിച്ചിട്ടില്ലേ? അപേക്ഷിച്ചൊന്നും കിട്ടിയില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അതിനൊക്കെ പുറകെ പോയിട്ടുണ്ട്. ഈ EMS നമ്പൂതിരിപ്പാടിനൊക്കെ ഓർമ്മയുണ്ടോ? EMS ഉണ്ട്. മന്ത്രിസഭ ഉണ്ടാക്കിയ കാലമൊക്കെ ഓർമ്മയുണ്ടോ? അത് 28 മാസം മരിച്ചല്ല ഉണ്ട് EMS എല്ലാം ഉണ്ടോ? എന്നിട്ട് പുറത്താക്കിയ കൂട്ടത്തിലുണ്ടോ? എന്തോ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. EMSനെ പുറത്താക്കിയ ആളാണല്ലേ? അതെ. അത് മതപരമാവന് ഏതാണ്ട് കോളേജിൽ ആവശ്യപ്പെട്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. EMSനെ വിജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കൊടുക്കത്തില്ലെന്നായി. വിമോചന സമരം ഉണ്ടാക്കിയത്. ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ വോട്ട് ചെയ്യാറുണ്ടോ? ഇപ്പോൾ 2-3 വോട്ടിന് പോകുന്നില്ല. കാരണം വയ്യാലോ. അവരൊന്നും വിളിക്കില്ലേ പാർട്ടിക്കാർ? പാർട്ടിക്കാരൊന്നും വന്നില്ല. പാർട്ടിക്കാരൊന്നും ഇല്ല. ഇപ്പം ഏതെങ്കിലും പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടോ? കോൺഗ്രസിലോ? കോൺഗ്രസിന് വോട്ട് കൊടുക്കത്തില്ലുള്ളൂ. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും നല്ല ആളുകളെ വ്യക്തി ഏതാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും. ഈ K കരുണാകരൻ്റെ അടിയന്തരാവസ്ഥയൊക്കെ ഓർമ്മയുണ്ടോ? കരുണാകരന് ബഹുമുടുക്കനല്ലയോ. പക്ഷേ ഉദ്ദേശിക്കുന്നൊന്നും കാര്യം നടന്നില്ല. ഇപ്പം കൃഷിയെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഏറ്റവും 1 വർഷം മുമ്പ് വരെ കൃഷി ചെയ്തല്ലോ. ഈ കേരളം കൃഷിക്കാരുടെ നാടല്ലേ? എല്ലാം പോയി. ഇപ്പം കുറേശ്ശെ ആരംഭിച്ചിട്ടുണ്ട്. കിട്ടുന്ന ആദായത്തിനെക്കാട്ടി കൂടുതൽ ചിലവാകുന്നു. ഈ സംസ്കൃതത്തിൽ ഒരുപാട് ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ. മലയാളത്തിൽ ഇഷ്ടമുള്ള ശ്ലോകങ്ങൾ, പാട്ടുകളും എല്ലാം ഉണ്ടോ പാടുന്നത്? കടലിൽ വിവേക കൂടാതെ കണ്ടരത വിഷം ബലകളയരുതാരും മരണം വരുമിനി എന്ന് നിനത്തിക കരുതുക സതതവും നാരായണൻ ജയ. വിദ്വാൻ പട്ടം ലഭിക്കാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെയും ശാസ്ത്രി പട്ടം ലഭിക്കാൻ ദയാനന്ദ സരസ്വതിയുടെയും കളരിയിൽ പഠിച്ച മന്നത്തു പത്മനാഭൻ വെച്ചു നീട്ടിയ അധ്യാപക വൃത്തി വേണ്ടെന്ന് വെച്ച് തൂമ്പയും കലപ്പയുമായി പാടശേഖരത്തേക്ക് ഇറങ്ങിയ കുടിപ്പള്ളിക്കൂടം നടത്തിയ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അക്ഷരജ്ഞാനം നൽകിയ കേശവൻ നായർ ഈ 119 വയസ്സിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പത്തനാപുരത്തിനടുത്ത ഈ കൊച്ചു ഗ്രാമത്തിൽ കഴിയുന്നു. ലോക റെക്കോർഡിന് അവകാശിയാണ് കേശവൻ നായരെന്ന് ഈ അടുത്ത കാലത്താണ് നാട്ടുകാർ പോലും അറിഞ്ഞു തുടങ്ങിയത്. അവർ പിറന്നാൾ ആഘോഷവും മറ്റും കെങ്കേമമാക്കി. പത്തനാപുരം MLAയും ചലച്ചിത്ര താരവുമായ KB ഗണേഷ് കുമാർ പൊന്നാടി അണിയിച്ച് ഔദ്യോഗികമായി തന്നെ ആദരം പ്രകടമാക്കി. കേശവൻ നായരുടെ കൂടെ താമസിക്കുന്ന മക്കളായ ശാന്തമ്മയും ശാരദയും, ശാരദയുടെ മകൻ്റെ ഭാര്യ മഞ്ജുവും, മൂത്ത മകൻ്റെ കൊച്ചുമകനായ അമലുമൊക്കെ കേരള പനോരമയുടെ ക്യാമറയ്ക്ക് മുന്നിൽ കൊച്ചു ഓർമ്മകളുമായി എത്തുന്നു. മണ്ണും പണവും ഇല്ലേലും നോക്കാതിരിക്കാൻ ഒക്കുന്നയാന്നോ? മണ്ണും ഇല്ല, അച്ഛൻ്റെയും മകയില്ല, അമ്മയുടെയും മകയില്ല. മക്കൾക്ക് ആർക്കും മക കൊടുക്കാനില്ലായിരുന്നു. അന്നെല്ലാവരെയും വളർത്തി നല്ല ആഹാരങ്ങളും തന്നു. മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ആയി. ഇപ്പോൾ വയ്യാതെയായി, ഇത്രയും വയസ്സായി. വലിയ കൃഷിക്കാരായിരുന്നു രണ്ടാമത്തെ ആങ്ങളെയും അച്ഛനുമൊക്കെ. നല്ലോണമൊക്കെ ചെറുപ്പകാലത്തും മറ്റ് ദുർസ്വഭാവങ്ങളൊന്നും അച്ഛനില്ലായിരുന്നു. അതിൻ്റെ ഗുണം ഇപ്പോഴും അസുഖമൊന്നുമില്ല, ശ്വാസം മുട്ടലേ ഉള്ളൂ. ഞാനെന്ന് പറയാം അപ്പൂപ്പൻ്റെ കൊച്ചു മരുമകളാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് 14 വർഷമായി. അപ്പം അന്ന് മുതലേ ഇവരെല്ലാവരും ഒന്നും ജോലിക്ക് പോകും, പിന്നെ ഞാനും അപ്പൂപ്പനേ ഉള്ളൂ. അപ്പം എന്നെ കൊണ്ടുവരുമ്പം 105 വയസ്സാണ് അപ്പൂപ്പനുള്ളത്. പക്ഷേ അപ്പൂപ്പൻ എങ്കിൽ ആ 105 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിലും അതിനേക്കാൾ നല്ല എന്ത് പറയുന്നേ, ഒരുപാട് ഊർജ്ജസ്വലതയും നല്ല ഒരു എനർജിയുള്ള ഒരു മനുഷ്യനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പന് ആ പ്രായത്തിലും ഇപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൂപ്പന് ഈ ഇവിടെയൊക്കെ എന്നെങ്കിൽ മൊത്തം നല്ല കുന്നൊക്കെ ആയിട്ട് കിടന്നതാണ്. ഇതെല്ലാം അപ്പൂപ്പനാണ് എല്ലാം മണ്ണ് കിളച്ച് ആ സമയത്ത് ഞാൻ വരുന്ന സമയത്തും എല്ലാം അപ്പൂപ്പൻ നല്ല അധ്വാനിയാണ്. അപ്പൂപ്പൻ്റെ ഭക്ഷണ രീതിയും അപ്പൂപ്പൻ്റെ അധ്വാനമാണ്. നല്ല ഇതാണ്. അപ്പൂപ്പന് ഇറച്ചിയും മുട്ടയും കഴിക്കത്തില്ല, എങ്കിലും ബാക്കി ഭക്ഷണമൊക്കെ നല്ല മിതമായ രീതിയിൽ, എന്നാൽ വാരി വലിച്ചുള്ള ഭക്ഷണവും ഇല്ല. അപ്പൂപ്പൻ്റെ ആ ഒരു
ഈ ഇത്രയും പ്രായം എന്ന് പറയുന്നത് തന്നെ അപ്പൂപ്പൻ്റെ ആ ഒരു അധ്വാനവും ആ ഭക്ഷണ രീതിയും ഒക്കെയാണ്. ഞാൻ അപ്പൂപ്പൻ്റെ കൊച്ചുമോളുടെ മോനാണ്. എൻ്റെ പേര് അമൽ. എൻ്റെ ജീവിതം എന്നെ കൊച്ചുനാൾ എന്നെ എഴുത്തിനിരുത്തിയത് അപ്പൂപ്പനാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലം തുടങ്ങിയതും അപ്പൂപ്പനിൽ നിന്നാണ്. അപ്പൂപ്പൻ പറഞ്ഞു തന്ന അറിവുകളിൽ നിന്നാണ് എൻ്റെ വിദ്യാഭ്യാസ കാലം തുടങ്ങിയത്. ഈ അപ്പൂപ്പൻ്റെ ഈ 119 വയസ്സ് ജീവിതകാലങ്ങളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അപ്പൂപ്പൻ പറഞ്ഞു തരുമ്പോൾ ഈ തലമുറയിൽപ്പെട്ട എനിക്ക് അതിനുള്ളൊരു ഭാഗ്യമില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം അപ്പൂപ്പൻ ഗാന്ധിജിയെ കണ്ടിട്ടുണ്ട്, നെഹ്റുവിനെ കണ്ടിട്ടുണ്ട്, മന്നത്ത് പത്മനാഭനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തരും. ഇപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അതൊരു ചരിത്രമായി മാത്രം പഠിക്കുന്ന ഒരു രീതിയാണ്. ആദ്യത്തെ കൊച്ചുമകളായതുകൊണ്ട് ഇത്തിരി വാത്സല്യവും കൂടുതൽ എന്നോടുണ്ടായിരുന്നു. പിന്നെ എഴുത്തിനിരുത്തിയതും എന്നെ പഠിപ്പിച്ചതും ഒക്കെ തന്നെ 1ാം ക്ലാസ്സിൽ എടുത്തുകൊണ്ടുപോയി അച്ചുകുത്തിച്ച് സ്കൂളിൽ മെതുവുമേ സ്കൂളിൽ ചേർത്തതും ഒക്കെ എനിക്ക് ഇന്നലത്തെ പോലെ നല്ല ഓർമ്മയാണ്. കൊല്ലവർഷം 1076 ചിങ്ങത്തിലെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന കേശവൻ നായർക്ക് ഭാരത സർക്കാർ നൽകിയ ആധാർ കാർഡിൽ ജനനവർഷം 1901 ജനുവരി 1 എന്നാണ്. അതായത് ഇക്കഴിഞ്ഞ 1-ാം തീയതി 119 വയസ്സ് പിന്നിട്ടു. ഇതുമാത്രമാണ് തൻ്റെ വയസ്സ് തെളിയിക്കുവാൻ ഗ്രാമീണനായ ഈ മുതുമുത്തച്ഛൻ്റെ കയ്യിലുള്ള ഏക ഔദ്യോഗിക രേഖ. ഇതുവച്ച് ജപ്പാൻകാരി കാനെ തനാക്കയ്ക്ക് ഗിന്നസ് ബുക്കുകാർ സമർപ്പിച്ചു കൊടുത്ത ജീവിക്കുന്ന ഏറ്റവും പ്രായമേറിയ ആൾ എന്ന തലപ്പാവ് കേശവൻ നായരിലേക്ക് മാറ്റിയെടുക്കുവാൻ നമ്മുടെ ഭരണാധികാരികളും ജനപ്രതിനിധികളും ശ്രമിക്കുമോ? കാനെ തനാക്കയേക്കാൾ 3 വയസ്സ് കൂടുതലുള്ള കേശവൻ നായരിലൂടെ ഈ കൊച്ചു കേരളം ആയുരാരോഗ്യ സമ്പന്നതയുടെയും ദീർഘായുസിൻ്റെയും നാടായി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമോ? ഈ ചോദ്യങ്ങൾക്കാണ് ഇനി നാം മറുപടി കണ്ടെത്തേണ്ടത്. നോക്കൂ, അധികം കാത്തു നിൽക്കാൻ പറ്റില്ല. കാലം കടന്നു പോവുകയാണ്. കേശവൻ നായർക്ക് വയസ്സാവുകയാണ്. കേരള മനോരമ ചാനൽ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീഡിയോയുടെ താഴെ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തുടർന്ന് വലതുഭാഗത്ത് തെളിയുന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു.